വളരെ പ്രധാനപ്പെട്ട ചില സർക്കാർ അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവന്നിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, ബക്രീദ് പ്രമാണിച്ചുള്ള സപ്ലൈകോ വഴിയുള്ള ആനുകൂല്യ വിതരണങ്ങൾ എന്നിവ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണം അക്കൗണ്ടുകളിലേക്കുള്ളത് സംസ്ഥാനത്ത് ആരംഭിച്ചു. ഇതിനു പിന്നാലെയാണ് വീണ്ടും വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കുമാണ് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി 1070 കോടിയിലധികം രൂപ അനുവദിച്ചതായി സംസ്ഥാന ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ നിന്നും സേനാ പോർട്ടിൽ നിന്നുമൊക്കെ തന്നെ ഗുണഭോക്താക്കളുടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്കാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ 25-ാം തീയതി മുതൽ തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരാൻ സാധ്യതയില്ല. വിവിധ ഘട്ടങ്ങളിലായിരിക്കും പുതിയ പെൻഷൻ വിതരണം ആരംഭിക്കുക. തുക അനുവദിച്ചതിന് ശേഷം DBT സംവിധാനം വഴിയും സഹകരണ സംഘങ്ങൾ വഴിയും തുക വിതരണം ചെയ്യുമ്പോൾ ചില കാലതാമസങ്ങൾ ഉണ്ടായേക്കാം. പെൻഷൻ വിതരണ ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണത്തിനായി പരമാവധി 2 ആഴ്ച സമയം എടുക്കാറുണ്ടെങ്കിലും ആദ്യ ആഴ്ചയിൽ തന്നെ ഒട്ടുമിക്ക ഗുണഭോക്താക്കളിലേക്കും തുക എത്തിച്ചേരും. 5-ന് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ, വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം അതത് പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ സമർപ്പിക്കുന്ന സമയപരിധി നേരത്തെ നൽകിയിരുന്നു. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക മുടങ്ങാൻ സാധ്യതയുണ്ട്. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ജൂൺ 30 വരെ അവസരമുണ്ട്. ജൂൺ 30-ന് മുന്നോടിയായി സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക മുടങ്ങുന്ന നടപടി ഒഴിവാക്കാനും ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക കൈപ്പറ്റുന്നവരിൽ നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 30-ആണ്. പുതിയ സർക്കാർ തീയതി അറിയിപ്പിൽ ഇതുവരെയും മാറ്റം വരുത്തിയിട്ടില്ല. 2.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ളത്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ്. ജനക്ഷേമപരമായ ഇത്തരം പദ്ധതികൾ പുതിയ സർക്കാരും തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു തടസ്സവും കൂടാതെ സ്ത്രീ ഗുണഭോക്താക്കളിലേക്ക് ഈ പെൻഷൻ തുകയും എത്തിച്ചേരും. ഇതുവരെയും അപേക്ഷ വച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പുതിയ അപേക്ഷകർ സമർപ്പിക്കാവുന്നതാണ്. നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം BPL വിഭാഗത്തിൽപ്പെടുന്ന 35-നും 65-നും ഇടയിൽ പ്രായം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത്. പെൻഷൻ തുക വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചും APL വിഭാഗത്തിലുള്ളവർക്ക് കൂടി ഈ പദ്ധതിയിലേക്ക് അംഗത്വം എടുക്കുന്നതിനെക്കുറിച്ചുമുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. 2 മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനത്തിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇനത്തിലും ഗുണഭോക്താക്കൾക്ക് 4000 രൂപ വരെയാണ് പരമാവധി ഈ മാസം എത്തിച്ചേരുക. പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, ശമ്പളം, വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി കേരളം പൊതുവിപണിയിൽ നിന്നും 1800 കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഡിസംബർ വരെ 23,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള ആദ്യ കടമെടുക്കലാണിത്. ഈ മാസം 12-ന് 2800 കോടി രൂപ കടമെടുത്തിരുന്നു. ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും പുറമെ ഈ മാസം ക്ഷേമ പെൻഷനും സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യേണ്ടതുണ്ട്. വരും മണിക്കൂറിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.